എറണാകുളത്ത് പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയതിന് അറസ്റ്റിലായ എക്സൈസ് ഉദ്യോഗസ്ഥർ എത്തിയത് ഗൂണ്ടകൾക്കൊപ്പം. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് ഗൂണ്ടകളുടെ സഹായത്തോടെ. ഉദ്യോഗസ്ഥരുടെ CCTV ദൃശ്യങ്ങൾ 24-ആണ്. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് റാഫി തത്സമയം ചേരുന്നു. റാഫി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ടാണ് ഈ സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ 2 പേർ പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയതിന് പിടിയിലാകുന്നത്. തടീട്ടപ്പറമ്പ് പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 സിവിൽ എക്സൈസ് ഓഫീസർമാരായ സലീം യൂസഫ് ഒപ്പം തന്നെ സിദ്ധാർത്ഥ് എന്നിവരെ തടീട്ടപ്പറമ്പ് പോലീസ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ടൊരു CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗുണ്ടകളുടെ സഹായത്തോടു കൂടിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടത്തേക്ക് ഇവർ 2 പേരും എത്തിയത്. ഈ ഗുണ്ടകളാണ് ഇവരെ ഇവിടേക്ക് എത്തിക്കുന്നത്. സിവിൽ ഡ്രസ്സിലെത്തിയ ഇവർ അവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ പണം തട്ടിയെടുത്തത്. 56,000 രൂപയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നായി ഈ 2 സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തത്. ഇവർ പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ ചീട്ട് കളിക്കുന്നുണ്ട് എന്നും ഒപ്പം തന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നും ഇവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവരെ വിശദമായി പരിശോധന നടത്തുമെന്നും അതല്ല എങ്കിൽ പണം നൽകണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇവരിൽ നിന്ന് 56,000 രൂപ ഈ സിവിൽ എക്സൈസ് ഓഫീസർമാർ തട്ടിയെടുക്കുകയായിരുന്നു. ഇത് ഇവർ 4 പേരും വീതം വെച്ചെടുത്തു. അതിനുശേഷമാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ തടീട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലുവയിലെയും ഒപ്പം തന്നെ കുന്നത്തുനാട് എക്സൈസ് ഓഫീസിലെയും ജീവനക്കാരായ 2 പേരെ പോലീസ് പിടികൂടുന്നത്. ഇവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണങ്ങൾ നടത്തിവരികയാണ്. മുൻപും ഇത്തരത്തിലുള്ള കേസുകളിൽ ഇവർ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. Okay, thank you, Muhammad Rafi.